വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും നിയമന വിവാദം ഉയരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചട്ടവിരുദ്ധ നിയമനങ്ങൾ നടത്തിയത്. ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥാനങ്ങളിലേക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരെയാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ഒരു വർഷത്തെ കാലാവധിയിലേക്കെന്ന രീതിയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽമാരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റുകളിലേക്ക് നിയമിച്ചത്. VHSE മേഖലയുമായി ബന്ധമില്ലാത്തവരെയാണ് വഴിവിട്ട നീക്കത്തിലൂടെ ഡെപ്യൂട്ടേഷൻ വഴി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. കൂടാതെ VHSE അധ്യാപകരുടെ പ്രമോഷൻ അവസരങ്ങൾ അട്ടിമറിച്ചു എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടറായി വയനാട് വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KV മനോജിനെയാണ് നിയമിച്ചത്. VHSE കൊല്ലം, കുറ്റിപ്പുറം, വടകര റീജിയണൽ ഓഫീസുകളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികകളിലേക്ക് മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയും നിയമിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 5 വർഷം അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിൽ ഇരുന്നവരെയാണ് ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കേണ്ടത്. അതുപോലെ ടെക്നിക്കൽ ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നുമാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിയമനം നടത്തേണ്ടത്. ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് സർക്കാരിന്റെ പുതിയ നിയമനങ്ങൾ. മുസ്ലിം ലീഗ് അധ്യാപക സംഘടനാ നേതാക്കൾക്ക് വേണ്ടിയാണ് മന്ത്രി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് മുന്നണിയിലെ മറ്റു നേതാക്കൾ ഉയർത്തുന്ന വിമർശനം. പുതിയ നിയമനത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. SSK, CMAT ഡയറക്ടർ നിയമനത്തിലും നേരത്തെ ചട്ടവിരുദ്ധത കണ്ടെത്തിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.